അഴകേശനോടാ കളി. എന്നാ അപ്പം ഈ പൈപ്പിലെ വെള്ളം വരവും ടാങ്കൊക്കെ ഉണ്ടായത്? എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ വെള്ളം കോരിയിട്ട് കുടിക്കും കുളിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അമ്മാവ ഇവിടെ ഇരിക്കുന്ന ബക്കറ്റിൽ കൂടെ നടക്കണേ. എൻ്റെ കെട്ടിയനോട് പറയും. അമ്മാവൻ എന്തായാലും കോരുന്നില്ലേ? ഒരു 2 ബക്കറ്റ് നിറച്ചാ പോരെ? എടി ഇതൊക്കെ ദൈവം കണ്ണു തുറന്നതാ. നിങ്ങളൊക്കെ തടിയൊക്കെ ഒന്ന് നേരായി നന്നാവാൻ. ടാങ്കിൽ അഴുക്കൊക്കെ വന്നത് കേട്ടാ. പഠിക്ക്, അനുഭവിക്കാൻ കിട്. വെള്ളം കോരി കുളിക്കും കുടിക്കുകയൊക്കെ ചെയ്യും. എല്ലാവർക്കും അവരവരെ കാര്യം മനസ്സിലായില്ല എനിക്ക്. ഇതൊക്കെ ഇപ്പൊ ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടേ പെണ്ണുങ്ങൾ തടി ഇളകാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ സൂക്ഷിച്ച് എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഓടിച്ചു കളഞ്ഞാൽ ഞാൻ തന്നെ മേടിച്ചു വെക്കണം. മേടിച്ചു വെക്കാൻ ആരും ഇവിടെ ഇല്ല. ഇനിയിപ്പോ ഇത് മേടിച്ചു വെക്കേണ്ടെന്ന് ആവശ്യം വരില്ല. എന്തൊട്ട് കാണി അമ്മാവ് കോരി ഇവിടെ വെച്ചാ മതി, ഏട്ടനകത്തുകൊണ്ട് വെച്ചോളൂ. വേണ്ട, എനിക്ക് ആരുടെയും ഒരു ഇത് വേണ്ട. എനിക്ക് വേണ്ട വെള്ളം എനിക്ക് കോരാൻ അറിയാം, ഒക്കെ അറിയാം. എന്താ കാണിക്കുന്നത്? ചാനോട് ഇറക്കാൻ പോണം. ഇതൊക്കെ ഒരുപാട് കോരിയിട്ടുള്ളതാടാ. ചീരത്തോട്ടത്തിലെ പണിക്കാരില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ മുക്കി മുക്കി ചെടി നനച്ചിട്ടുള്ളവനാ ഞാൻ. പിന്നെ ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ഒരു 500 രൂപ കൊടുത്തൊരുത്തന്നെ വിളിച്ചിരുന്ന വൃത്തിയാക്കൂലായിരുന്ന? 500 രൂപ അത് നിങ്ങൾക്ക് വേണം, നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്റെ പൈസ പോണം. ആണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് വെള്ളം കോരിയിട്ട് ഉപയോഗിക്കാൻ പറയും. ഇവിടെ എല്ലാരും ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, എനിക്ക് ആരുടെയും ഒരു അവകാശം വേണ്ട, ഞാൻ ചെയ്തോളാം. എത്തൂല്ലപ്പത്. ഒന്നാമത് ഞാൻ അന്ന് പണിയുമ്പോ പറഞ്ഞ എത്ര ഏകരത്തിൽ ചെയ്യണ്ടാന്ന്. കഷ്ടപ്പെടട്ടെ, ഒരു കുഴപ്പമില്ല. കഷ്ടപ്പാട് എന്തിനാണോ പൈസ കെട്ടിപ്പിടിച്ചേക്കുന്നത്? എടാ, ഇതിലിത്തിരി ഓയിലോ ഗ്രീസോ കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം അത് ഉപയോഗിച്ചാലേ വർക്ക് ചെയ്യൂ. ഇതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള എനിക്ക് അപ്പൊക്കെ വന്ന് വീണ. ഞാൻ കോരിട്ടേ നീ കോരിയാ മതി കേട്ടാ. അല്ലാണ്ട് പിന്നെ എനിക്ക് ആദ്യം കോരിട്ട് കുളിക്കണം. നീ എന്തായി കാണിക്കുന്നത്? എന്റെ വെള്ളം ഇവിടെ വെക്കി, എനിക്ക് കുളിക്കാനുള്ളതാണ്. അയ്യോ, ഇവളിത് എന്ത് പണിയായി കാണിച്ചു? രണ്ടുപേരും തർക്കിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മര്യാദക്ക് തൊട്ടി പഠിച്ചു തരണം. എനിക്ക് തൊട്ടി പഠിച്ചു തരണം. ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, വേണം എടുത്തോ. കൊള്ളാം, ഞാനാണ് എടുത്തിട്ട്. കൊള്ളാം, അത് ഇവള് കാരണല്ലേ? ഞാൻ കാരണമാണോ കയ്യിലിരുന്ന കയറെടുത്ത് കിണറ്റിലോട്ടിട്ടത്? അപ്പൊ ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ നീ ആ വെള്ളത്തിൽ വന്ന് അത് പിടിക്കാൻ ശ്രദ്ധിച്ചപ്പോഴല്ലേ ഇത് വീണത്? കഷ്ടമാണ്. ഇനിയിപ്പോ വെള്ളത്തിന് എന്ത് ചെയ്യുന്നു? എനിക്ക് ഒരു തുള്ളി വെള്ളമില്ല അടുക്കളയിൽ. കനക മര്യാദക്ക് ഒരു ബംഗാളിനെ ആരെങ്കിലും വിളിക്കേ. അപ്പൊ ടാങ്ക് വൃത്തിയാക്കുമ്പോ അവനെ തന്നെ പിടിച്ച് ഇതിൽ ഇറക്കാം. വിളിച്ചിട്ട് പൈസ കൊടുക്ക്. എന്തിനും ഞാൻ കൊടുക്കണേന്ന്? എന്തിനും ഞാൻ കൊടുക്കണത്? എന്തെങ്കിലും ചെയ്യൂട്ടാ. ആ കാര്യം തീരുമാനമാക്കി. ഈ വീട്ടിൽ ജോലിയിലായിരിക്കുന്ന ഒരാളല്ലേ ഉള്ളു. ഇറങ്ങട്ടെ, ഇറങ്ങി വൃത്തിയാക്കാം. മതി മതി, വലിയ വർത്താനൊന്നും വേണ്ട. അപ്പൊ ഇവിടെ ഇതല്ലേ പ്രശ്നം. അതെ, നീ ഒന്ന് എങ്ങനെയും ഇറങ്ങിയെടുത്ത. അതെ, ഒന്ന് അടങ്ങുമോ? ഇത് പരിഹരിക്കണം എങ്ങനെയാന്ന് എനിക്കറിയാം. ഞാൻ പരിഹരിച്ചോളാം. കഷ്ടം തന്നെ. അതല്ലടി, അവൻ പാവ, അവനും കരുതി കെന്റിന്ന് വെള്ളം കോരാൻ. ഇപ്പൊ ഇത് പോയില്ലേ, അതൊരു കണക്കിന് നന്നായി. അവന്റെ പാർട്ടിക്കാരെ ആരെങ്കിലും വിളിച്ചു. അങ്ങനെ പീട്ടൊന്നുമില്ല. പീട്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. സമാധാനമായല്ലോ, ഞങ്ങൾ തന്നെ ചെയ്തോളാം. അപ്പൊ അവന്റെ പാർട്ടിക്കാരെ ആരെങ്കിലും വിളിച്ചു കൊടുത്ത് നേരാക്കൂടാത്. ഓ, ചെയ്താ മതി. ഏട്ടന് ഓഫീസിൽ പോണില്ലേ? പോണം. പോ. കുളിക്കണ്ടേ? കുളിക്കാതെ നനയ്ക്കാതെയാണ് ഓഫീസിൽ കയറി പോണത്. ആ ഒരു തൊട്ടുണ്ടായിരുന്ന എടുത്ത് വെള്ളത്തിൽ ഇടാൻ ചെയ്തു. ഒന്നും പറയണ്ട, വെള്ളത്തിലിട്ടാ തന്നെ. അവിടെ കൊണ്ടുവാ, എനിക്ക് വെള്ളമില്ലാന്ന്. കയ്യും കാലും കഴുകിട്ട് പൊക്കോ. ഇങ്ങോട്ട് വേണ്ട വേണ്ട, എനിക്ക് ബാത്റൂമിൽ പോവാം. ഓ, ഞാൻ ഇനി പാതാളത്തിലൂടെ ഇറങ്ങാം. നശിപ്പിക്കാനായിട്ട് ഓരോ ജന്മങ്ങൾ കാണാം.